ഹായ് ഫ്രണ്ട്സ്, പാറുസുലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉണക്കമീൻ കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ആ മീനൊന്ന് വെള്ളത്തിൽ കിടന്ന് ഉപ്പ് പോകുന്ന സമയം മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. എന്ന് നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഉണക്ക നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ മൊത്തമായിട്ടും എടുത്തിട്ടില്ല. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഉള്ളവരാണെങ്കിൽ 6-7 ചെറിയ ഉള്ളി ഇടണം. ഞാൻ ഇപ്പോൾ സവാളയാണ് ഇടുന്നത്. അത് അരമുറി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് പുളി, വാളം പുളിയാണ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഈ നെത്തോലിയിലോട്ട് ഞാനൊരു 2 പച്ചമുളക് കീറിയിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി സവാളയും അരമുറി തക്കാളിയും കൂടെ അരിഞ്ഞതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ അരപ്പ് മൊത്തം ഇട്ട് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് വളരെ കുറച്ച് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ ഈ ഉണക്കമീനിന് ഉപ്പുണ്ടെങ്കിൽ ആ ഉപ്പ് ഇറങ്ങിക്കോളും. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഇത് അടച്ച് വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വന്ന ശേഷം ഒന്ന് ഉപ്പ് നോക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ്, ഉപ്പ് തീരെ ഇല്ലായിരുന്നു. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉണക്കമീനിന് ഉപ്പ് വളരെ കുറവായിരുന്നു. ഉണക്ക നെത്തോലിയായിട്ടായിരിക്കും. വേറെ മീനിനൊക്കെ നല്ല ഉപ്പായിരിക്കും. അപ്പോൾ ഉപ്പ് അത് നോക്കി മാത്രം ഇടണം. തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ കറി ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.